അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 12 ബുധനാഴ്ച. 10 സെന്റ് ഭൂമി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സമ്മതപത്രം ഒപ്പിട്ട് നൽകേണ്ടെന്ന തീരുമാനത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ. ഇന്നലെ 89 ദുരിതബാധിതരുമായി കളക്ടർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും 8 പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. 7 സെന്റ് ഭൂമിയും വീടും ടൌൺഷിപ്പിൽ നൽകാമെന്നും താൽപര്യമില്ലാത്തവർക്ക് 15 ലക്ഷം നൽകാമെന്നതടക്കമുള്ള സർക്കാർ പാക്കേജിലെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ദുരന്തബാധിതർ. 10 സെന്റ് ഭൂമിയും വീടും അല്ലെങ്കിൽ 40 ലക്ഷം രൂപ വേണമെന്നാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളം ഇപ്പോൾ എന്റെ സംസ്ഥാനമാണെന്നും കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്നും മുഖ്യമന്ത്രിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എംപിമാർക്കായി ഒരുക്കിയ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ലഹരിയെന്നും ലഹരി സംഘങ്ങൾക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ആരോഗ്യരംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് തരാനുള്ള മുഴുവൻ തുകയും അനുവദിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോ ബ്രാൻഡിംഗിന്റെ പേരിൽ തടഞ്ഞുവെച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ക്യാഷ് ഗ്രാന്റിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ലെന്നും വാർത്താക്കുറിപ്പിൽ മന്ത്രി പറഞ്ഞു. ആശാ വർക്കർമാർക്ക് നൽകാനുള്ള കേന്ദ്ര വിഹിതം സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് P. സന്തോഷ് കുമാർ MP. മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും സന്തോഷ് കുമാർ വ്യക്തമാക്കി. മൊത്തം 600 കോടിയാണ് നൽകാനുള്ളതെന്നും കഴിഞ്ഞ വർഷം മാത്രം നൽകാനുള്ളത് 100 കോടിയാണെന്നും രാജ്യസഭ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുന്നു എന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും P. സന്തോഷ് കുമാർ വ്യക്തമാക്കി. ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും സമരപ്പന്തലിൽ. ആശമാർക്ക് കേന്ദ്രം കൊടുക്കേണ്ടതെല്ലാം കേന്ദ്രം കൊടുത്തുവെന്നും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും സമരപ്പന്തലിലെത്തിയ സുരേഷ് ഗോപി ആശാ വർക്കർമാരോട് പറഞ്ഞു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ അടുത്ത ഗഡു നൽകില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേരളം കൈമാറിയിരുന്നുവെന്ന കേരളത്തിന്റെ വാദം മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ കള്ളം പറയുമോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ആരാണ് കള്ളം പറയുന്നതെന്ന് മാധ്യമങ്ങൾ കണ്ടുപിടിക്കണമെന്നും കേന്ദ്രത്തിൽ നിന്നും സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുൻപിലെ ആശാ വർക്കർമാരുടെ സമരം നീതിക്ക് വേണ്ടിയുള്ളതാണെന്ന് തെളിഞ്ഞുവെന്നും കേരളത്തിന് കേന്ദ്രം കുടിശ്ശികയൊന്നും നൽകാനില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞതോടെ ആശാ വർക്കർമാരുടെ പേരിൽ നടത്തിയ കേന്ദ്ര വിരുദ്ധ പ്രചരണത്തിന് സംസ്ഥാനം മാപ്പ് പറയണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും UDF MPമാർ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ പോയാണ് സമരം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്കായി സംസ്ഥാന സർക്കാർ 2016-17 കാലയളവ് മുതൽ ഇതുവരെ അനുവദിച്ചത് 600 കോടി 70 ലക്ഷം രൂപ. മന്ത്രി VN വാസവനാണ് ഇക്കാര്യം നിയമസഭയെ അറിയിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം, കൂടൽമാണിക്യം ദേവസ്വം, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നിവയടക്കമുള്ള സ്ഥാപനങ്ങൾക്കായാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. PC ജോർജിന്റെ നാവിന്റെ താക്കോൽ പൂട്ടി പോലീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മകൻ ഷോൺ ജോർജ്. എന്തു പറഞ്ഞാലും കേസെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ലവ് ജിഹാദ് ആരോപണത്തിൽ 400 അല്ല 4000 പേരുടെ കണക്കുണ്ടെന്നും ചോദിച്ചാൽ ബോധ്യപ്പെടുത്തേണ്ടയിടത്ത് നൽകുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളം ജില്ലയിലെ കേസിലാണ് അറസ്റ്റ്.
തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആനന്ദകുമാറിന്റെ വീട്ടിലെത്തി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതിയായ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിനെ കൊടുവള്ളിയിലെ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുത്തു. ചോദ്യപേപ്പർ ചോർത്തി നൽകിയ മലപ്പുറത്തെ സ്കൂൾ ജീവനക്കാരൻ അബ്ദുൾ നാസറിനെ ഇന്ന് സ്കൂളിലെത്തിച്ച് തെളിവെടുക്കും. അതിനിടെ SSLC പരീക്ഷയ്ക്ക് ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന വാഗ്ദാനവുമായി MS സൊല്യൂഷൻസ് വീണ്ടും ഓൺലൈനിൽ സജീവമായതായും റിപ്പോർട്ടുകൾ. കനത്ത ചൂട് കണക്കിലെടുത്ത് കറുത്ത ഗൌണും കോട്ടും ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ രംഗത്ത്. കേരള ഹൈക്കോടതിയിലെ അഭിഭാഷക അസോസിയേഷനാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അപേക്ഷ നൽകിയത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക. ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരിയിൽ മദ്യത്തിന് 24 മണിക്കൂർ നിയന്ത്രണം. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നാളെ വൈകിട്ട് 6 മണി വരെയാണ് നിയന്ത്രണം. ആറ്റുകാൽ പൊങ്കാലയിടാനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വളരെ സുരക്ഷിതമായി പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. കോഴിക്കോട് പാലാഴിക്ക് സമീപം കളിക്കുന്നതിനിടെ 7 വയസ്സുകാരൻ ഫ്ളാറ്റിൽ നിന്നും വീണ് മരിച്ചു. നല്ലളം കീഴ് വനപാടം MP ഹൌസിൽ മുഹമ്മദ് ഹാജിഷ് ആയിഷ ദമ്പതികളുടെ മകൻ ഇവാൻ ഹൈബലാണ് മരിച്ചത്. ഇരിങ്ങല്ലൂർ ലാൻഡ്മാർക്ക് അബാക്കസ് ബിൽഡിംഗിൽ ഇന്നലെ വൈകിട്ട് 8 മണിയോടെയായിരുന്നു അപകടം. കന്നഡ നടി രന്യ റാവു പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിൽ ബംഗളൂരുവിൽ റെസ്റ്റോറന്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തരുൺ രാജു എന്നയാൾ അറസ്റ്റിലായി. എന്നാൽ ഇയാളുടെ കൃത്യമായ പശ്ചാത്തലം ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. അതേസമയം നടി രന്യ റാവുവിന്റെ രണ്ടാം അച്ഛനായ കർണാടക DGP K രാമചന്ദ്ര റാവുവിനെതിരെ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. രാമചന്ദ്ര റാവുവിന്റെ സ്വാധീനം ഉപയോഗിച്ചാണോ രന്യ റാവു എയർപോർട്ടിലെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നതടക്കം കർണാടക അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗൌരവ് ഗുപ്തയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. മുംബൈയിലും സമീപ ജില്ലകളിലും ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ നഗരത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന താപനിലയുടെ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ താമസക്കാർ ജലാംശം നിലനിർത്താനും മറ്റു മുൻകരുതലുകൾ സ്വീകരിക്കാനും അധികൃതർ അഭ്യർത്ഥിച്ചു. ബീഹാറിലെ ഗോപാലി ചൌക്കിലെ തനിഷ്ക് ജ്വല്ലറിയിൽ മോഷണം നടത്തിയ പ്രതികളെ സിനിമ സ്റ്റൈൽ ഓപ്പറേഷനിലൂടെ പിടികൂടി പോലീസ്. വാഹനത്തിലെ ചേസിംഗും പരസ്പരമുള്ള വെടിവയ്പും ഉൾപ്പെടെ സാഹസികവും നാടകീയവുമായ രംഗങ്ങളിലൂടെയാണ് പോലീസ് മോഷ്ടാക്കളെ കീഴടക്കിയത്. പൊതുധനം ദുർവിനിയോഗം ചെയ്തുവെന്ന കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കൂറ്റൻ ഹോർഡിംഗുകളിൽ പരസ്യങ്ങൾ സ്ഥാപിക്കാൻ പൊതുധനം ദുർവിനിയോഗം ചെയ്തുവെന്നാണ് കേസ്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി സമ്മാനിച്ച് മൌറീഷ്യസ്. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലമാണ് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചത്. മൌറീഷ്യസിന്റെ പരമോന്നത ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഇതോടെ മോദി മാറി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി മോദിക്ക് ലഭിക്കുന്ന 21ാമത്തെ അന്താരാഷ്ട്ര ബഹുമതി കൂടിയാണ് ഇത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി മൌറീഷ്യസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സമ്മാനമായി ഗംഗാജലവും ബീഹാറിന്റെ വിശിഷ്ട ഭക്ഷണമായ മഖാനയും മൌറീഷ്യസ് പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും സമ്മാനിച്ചു.
100-ന്റെയും 200-ന്റെയും പുതിയ നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക്. അതേസമയം പ്രചാരത്തിലുള്ള പഴയ നോട്ടുകളുടെ സാധുതയെ ഇത് ബാധിക്കില്ല. നിലവിലുള്ള നോട്ടിന്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകളും. വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയുടെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത്. മണിപ്പൂരിലെ സേനാപതി ജില്ലയിലെ ചങ്കൌ ബംഗ് ഗ്രാമത്തിൽ ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ 3 BSF ജവാന്മാർ മരിച്ചു. 13 പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാനിൽ പാസഞ്ചർ ട്രെയിൻ റാഞ്ചിയ വിഘടനവാദികൾ 182 പേരെ ബന്ദികളാക്കി. പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയായ ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് വിഘടനവാദികൾ റാഞ്ചിയത്. വിഘടനവാദികൾ നടത്തിയ വെടിവയ്പിൽ 20 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. സൈനികർ പിന്മാറിയില്ലെങ്കിൽ ബന്ദികളെ വധിക്കുമെന്നും വിഘടനവാദികൾ ഭീഷണി മുഴക്കി. ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് പോരാട്ടം നടത്തുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ റാഞ്ചലിന് പിന്നിൽ. 400-ലേറെ യാത്രക്കാരുണ്ടായിരുന്ന ട്രെയിനിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും ബലൂചിസ്ഥാൻ സ്വദേശികളായ യാത്രക്കാരെയും വിട്ടയച്ചുവെന്നാണ് വിഘടനവാദികൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. കാനഡയിൽ നിന്ന് അമേരിക്കയിലെത്തുന്ന അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരട്ടിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 25% തീരുവ ഈടാക്കുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നതെങ്കിൽ പുതിയ തീരുമാനമനുസരിച്ച് 50% ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് US അറിയിച്ചിരിക്കുന്നത്. യുഎസിലേക്കുള്ള വൈദ്യുതി കയറ്റുമതിക്ക് കാനഡയുടെ ഒന്റാറിയോ പ്രവിശ്യ 25% തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിലുള്ള തിരിച്ചടിയാണ് ട്രംപ് നികുതി ചുമത്തിയിരിക്കുന്നത്. ടെസ്ല ഉടമ ഇലോൺ മസ്കിനുള്ള പിന്തുണ ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ സഹായിക്കാൻ മസ്ക് സ്വയം മുന്നോട്ട് വരികയാണെന്നും പക്ഷേ ചില ഇടതുഭ്രാന്തന്മാർ അദ്ദേഹത്തെ എതിർക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇലോൺ മസ്കിനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി താൻ അടുത്ത ദിവസം തന്നെ പുതിയ ടെസ്ല ഇലക്ട്രിക് കാർ വാങ്ങുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ യുക്രൈൻ അംഗീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ നിർത്തിവെച്ച യുക്രൈനുള്ള സാമ്പത്തിക സഹായം അമേരിക്ക പുനഃസ്ഥാപിക്കും. ഇന്റലിജൻസ് വിവരങ്ങൾ നിർത്തിവെച്ച അമേരിക്കൻ നടപടിയും പിൻവലിക്കുമെന്നും റിപ്പോർട്ടുകൾ. എന്നാൽ ഈ വിഷയത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുംബൈ സിറ്റി FC ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിൽ. ലീഗിൽ അവരുടെ അവസാന മത്സരത്തിൽ ബംഗളൂരു FCയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചതോടെയാണ് മുംബൈ പ്ലേ ഓഫിൽ എത്തിയത്. ആദ്യ 6 സ്ഥാനക്കാരാണ് പ്ലേ ഓഫിന് യോഗ്യത നേടുക. 6ാം സ്ഥാനത്താണ് മുംബൈ. ഇതോടെ ഒഡീഷ FC ISLൽ നിന്നും പുറത്തായി. തെറ്റായ തീരുമാനങ്ങൾ മൂലം പാകിസ്ഥാൻ ക്രിക്കറ്റ് ICUവിലാണെന്ന് മുൻ പാക് താരം ഷാഹിദ് അഫ്രീദി. ബോർഡിന്റെ തീരുമാനങ്ങളിലും നയങ്ങളിലും തുടർച്ചയും സ്ഥിരതയുമില്ലെന്നും ക്യാപ്റ്റന്മാരെയും പരിശീലകരെയും ചില താരങ്ങളെയും മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ബോർഡ് അധികൃതർക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളതെന്നും അഫ്രീദി ചോദിച്ചു. പരിശീലകർ അവരുടെ ജോലി സംരക്ഷിക്കാൻ താരങ്ങളെ കുറ്റപ്പെടുത്തുന്നുവെന്നും മാനേജ്മെന്റ് അവരുടെ കസേര സംരക്ഷിക്കാൻ താരങ്ങളെയും പരിശീലകരെയും കുറ്റപ്പെടുത്തുന്നുവെന്നും ഇത് ദുഃഖകരമാണെന്നും അഫ്രീദി കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.